السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വാഫി ഉസ്താദ്, പ്രിയപ്പെട്ട ഷബീർ ഫൈസി, റാഷിദ് ഫൈസി തുടങ്ങി നമ്മുടെ ഈ ചർച്ചയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരത്തെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു വെച്ചത് നമ്മുടെ അക്കാദമിക് കൊളോക്കിയത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതോടൊപ്പം നമ്മുടെ ഈ ചർച്ചയുടേതു കൂടെയാണ്. ചർച്ചയിൽ ഒരു ആമുഖം പറയുക എന്ന് പറയുന്നത്, ഞാൻ എഴുതിയൊരു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ച ആയതുകൊണ്ടാണ്. ആദ്യമായി ഇങ്ങനൊരു വേദി ഈ പുസ്തകത്തെ പരിഗണിച്ചുകൊണ്ട് ഒരുക്കി തന്നതിൽ ഫഹ്മിനും എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതാനും പുസ്തകങ്ങൾ പുറത്തിറങ്ങി. ഇനി ഏതാനും പുസ്തകങ്ങൾ കൂടി പുറത്തിറങ്ങാനുണ്ട്. ഒരുപക്ഷെ ഇറങ്ങി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ പുസ്തകത്തെ കുറിച്ചാണ് എന്ന സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പുസ്തകം വായിച്ച ഏതാനും ആളുകളാണ് ഉണ്ടാവുക, വായിക്കാത്തവരാണ് കൂടുതലും ഉള്ളത്. നേരത്തെ റാഷിദ് ഉസ്താദ് പറഞ്ഞിരുന്നു. റാഷിദ് ഉസ്താദ് ഈ പുസ്തക ചർച്ചയെ, ഈ അക്കാദമിക് കൊളോക്കിയത്തെ എല്ലാ അർത്ഥത്തിലും ക്രമീകരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഒരു വലിയ പ്രചോദനം കൂടിയാണ് ഉള്ളത്. ഈ വേദിയിൽ തുറന്നു പറയുകയാണെങ്കിൽ, പൊതുവെ പഠനകാലം മുതലുള്ള എൻ്റെ ഒരു പ്രകൃതം വായിക്കുകയും എഴുത്തൊക്കെ ചെയ്യാന്നുള്ളൊരു പാഷനായിട്ട് അങ്ങനെ പോണതാ. പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു റൂട്ട് ക്ലിയറാക്കി തരുന്നത്, പ്രചോദിപ്പിച്ചിങ്ങനെ എവിടെയും നിൽക്കാതെ അങ്ങനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ജ്യേഷ്ഠ സുഹൃത്തുക്കളാണ്. ഇവിടെ എടുത്തു പറയേണ്ടതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പലപ്പോഴും എഴുതി കഴിഞ്ഞ പുസ്തകത്തിൽ എൻ്റെ റോള് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് കഴിയാൻ സമ്മതിക്കാതെ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എഴുതുന്നത് നിരന്തരം വായിച്ച അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ അമീർ ഫൈസി ഇവിടെ ഇല്ല. അദ്ദേഹം ഈ സമയത്ത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പേര് കണ്ട ഉടനെ ഫോട്ടോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അദ്ദേഹം നമ്മൾ സീനിയർ വിദ്യാർത്ഥി, സ്ഥാപനത്തിലെ സീനിയർ വിദ്യാർത്ഥി എന്നതിനോടൊപ്പം തന്നെ അവരൊക്കെ നമുക്ക് തരുന്നൊരു പ്രേരണയും പ്രചോദനവും ഉണ്ട്. അതിവിടെ പങ്കുവെക്കാതെ ഇരിക്കുന്നത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയായിരിക്കുമെന്ന് ഞാനിപ്പോൾ കൃത്യമായി പേരെടുത്ത് പറയേണ്ടവർ ഒരുപാടുണ്ട്. നമ്മളെ ഫഹ്മിൻ്റെ സെക്രട്ടറി, 2 വർഷത്തെ സീനിയറാണ് ബഹുമാനപ്പെട്ട ഷബീർ ഫൈസി. ഞങ്ങൾ സഹപ്രവർത്തകരായി കുറേ വർഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ രൂപത്തിലുള്ള പ്രചോദനം തന്നെയാണ് എല്ലാവരും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ ഒരു പുസ്തകം എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഞാൻ സംസാരിക്കുന്ന ഏരിയ, ഉസ്താദ് നേരത്തെ ഉസ്താദിൻ്റെ ഉദ്ഘാടനത്തിന് ഉസ്താദിനെ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവന്നതാണ്. സത്യത്തിൽ അതിൻ്റെ ഒരു കാരണം നിങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാരണം ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പുസ്തകം ആദ്യ വായന പ്രിന്റിങ്ങിന് പോകുന്നതിൻ്റെ മുമ്പ് ആദ്യ വായന നടത്തിയത് ഉസ്താദാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഉസ്താദാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള സംസാരം തുടങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. പിന്നെ ഉസ്താദിനെ ഇരുത്തി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല, പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മതം, മനുഷ്യൻ, മോഡേണിറ്റി, 100 പുസ്തകങ്ങളിൽ ഒരു വിഷയമായിട്ടാണ് എനിക്കിത് തന്നത്. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പലരും പറഞ്ഞതുപോലെ, സുഹൃത്തുക്കളായ പലരും പറഞ്ഞതുപോലെ വളരെ വിശാലമായൊരു വിഷയമാണ്. അതിനെ നമ്മളൊരു ഫിലോസഫിക്കൽ രീതിയിൽ നമ്മൾ സമീപിച്ചാൽ
ഈ 100-ാം വാർഷിക സമസ്ത എന്ന് പറഞ്ഞാൽ ആ സമസ്തൻ്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ 80% സാധാരണക്കാരായിരിക്കും. അപ്പം അവർക്ക് ഈ ഒരു വിഷയം എങ്ങനെ കൈമാറ്റം ചെയ്യാന്നുള്ളൊരു ആശയം മനസ്സിലിങ്ങനെ രൂപപ്പെടുത്തി. ഞാൻ മറ്റൊരു പുസ്തകം കൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതും കൂടി വന്നത്. മറ്റേ പുസ്തകം ഇറങ്ങിയിട്ടില്ല, ഈ പുസ്തകമാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പിൻബലം, ഇതിൻ്റെ ഒരു പൂർണ്ണത മറ്റേ പുസ്തകത്തിൽ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതിലുള്ളത് ഈ മോഡേണിറ്റിയെ സമീപിക്കുക എങ്ങനെയെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആ സമയത്ത് ഒരാശയം നേരത്തെ നമ്മളെ ഷുഐബുൽ ഹൈത്തമി ഉസ്താദ് പറഞ്ഞു വെച്ചത്, നമ്മളെ ഒരു മതപരിസരത്തിലുള്ള ആളുകൾ ഒരു മൗലിയർ എങ്ങനെയാവണം, ആ മൗലിയരിലേക്ക് എങ്ങനെയാണ് ആളുകൾ എന്തിനു വേണ്ടി വരണം, എങ്ങനെയാണ് അയാൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് എന്നൊക്കെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ. ആ അടിസ്ഥാനത്തിൽ ഇതിലുള്ളത്, ഇത് പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു അക്കാദമിക് പുസ്തകം എന്നില്ല തോന്നലുണ്ടാവും. അതേസമയം അക്കാദമിക് പുസ്തകമാണ് എന്നതിനോടൊപ്പം തന്നെ ഇതിലൊരു ഉസ്താദാണ് ശരിക്കും ഇതിലുള്ളത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഒരു നോവൽ, അല്ലെങ്കിൽ നോവലെന്ന് പറഞ്ഞു, നോവലിന് അതിന് അങ്ങനെ പറയുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതല്ല, ഒരു കഥ എന്നതിൽ ഈ കഥയിലെ കേന്ദ്രബിന്ദു ഒരു ഉസ്താദാണ്. അപ്പോൾ ആ ഉസ്താദ് ഒരു ദിവസവും വൈകുന്നേരവും ഒരു ലൈബ്രറിയിൽ ഇങ്ങനെ പുസ്തകം വായിക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ പലരും വന്ന് സംസാരിക്കും. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മോഡേണായ ഒരു ബിസിനസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഉസ്താദിനെ തുടർച്ചയായി 2-3 ദിവസം, അദ്ദേഹം ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു നാട്ടിലെത്തിപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒഴിവുവേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ലൈബ്രറിയിൽ കയറി ചെന്നതാണ്. അപ്പോൾ 2-3 ദിവസം തുടർച്ചയായി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും ആ സംസാരത്തിൽ നിന്ന് വന്ന ആ സംസാരം ഏകദേശം ഒരു 12 ദിവസത്തോളം നീണ്ടുപോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു പുസ്തകമാക്കിയതാണത്. അപ്പോൾ ആ ഉസ്താദ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ഇയാൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ലൈബ്രറിയിൽ തന്നെ ഞായറാഴ്ചകളിൽ ഞായർ വട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. അതായത് ഞായറാഴ്ചയിൽ കുറേ ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ ഒഴിവുള്ള ദിവസം ആയതുകൊണ്ട് വൈകുന്നേരം കുറേ ആളുകൾ ഇങ്ങനെ വരും. അപ്പോൾ അവർ ഈ ഉസ്താദിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ വിഷയം ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവരിതിനെ പരിചയപ്പെടുന്നത് ഞായർ വെട്ടം എന്നാണ്. ഞായർ വട്ടം എന്ന് ഉസ്താദ് പറയുന്നു, ഞായർ വെട്ടം വെളിച്ചം എന്ന നിലക്ക് ഉസ്താദിനോട് അവർ പറയുന്നു. അങ്ങനെ ഒരു ഉസ്താദാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ കേന്ദ്ര പ്രമേയം, കേന്ദ്ര ബിന്ദു. പിന്നെ പുസ്തകത്തിൻ്റെ ഒരു ആമുഖമായതുകൊണ്ട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ പുസ്തകത്തിലെ പലരും ചോദിച്ചിരുന്ന സംഗതിയാണ് വൈകുന്നേരങ്ങളിലെ വായനകൾ എന്ന് പറയുന്നത് എന്തിനാണ്. വൈകുന്നേരം എന്നൊരു ധ്വനി അതിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിലാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. വൈകുന്നേരം എന്നാണ്, വൈകുന്ന നേരം, വൈകിക്കൊണ്ടിരിക്കുന്ന നേരം, ആ സമയത്ത് നടത്തേണ്ട വായനകൾ. ഈ പുസ്തകത്തിൽ ഒരുപാട് പുസ്തകങ്ങളിലേക്കുള്ള ഒരു വാതിലാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൽ. കുറേ പുസ്തകങ്ങൾ ഒരു വിഷയത്തിൽ മറ്റേ വിഷയത്തിലൊക്കെ ഉള്ള പരന്നു കിടക്കുന്ന പുസ്തകങ്ങളിലേക്കുള്ള വാതിലുകളാണ്. അതന്നെ 100 പേജ് എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. സാഹസപ്പെട്ട് ഒരു 130 പേജിലേക്ക് ചുരുക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ആമുഖം ഒരു പക്ഷേ സാധാരണഗതിയിൽ പുസ്തകത്തെ ആമുഖമൊന്നും ആരും വായിക്കലില്ല. പക്ഷേ പുസ്തകത്തിൻ്റെ ആമുഖത്തെ പ്രസക്തമാക്കി തന്നെയാണ് പുസ്തകം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് ആധുനികത എന്ന് പറഞ്ഞ ആശയം നമ്മൾ മനസ്സിലാക്കാറുള്ളത് ഒന്നുകിൽ കഴിഞ്ഞ കാലത്തിൻ്റെ തുടർച്ച, അങ്ങനെയാണല്ലോ, ആധുനികത, ഉത്തരാധുനികത, ഇങ്ങനെ ഒരു ടേമുകളായി നമ്മൾ തിരിച്ചു. അപ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ തുടർച്ചയാണ് ഇത്. അങ്ങനെ കാലഗണനാപരമായ തുടർച്ചയാണോ, അതല്ല ഇത് ആസൂത്രിതമായി ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതാണോ എന്നത് ഒരു ചർച്ചാ വിഷയം, പുറത്ത് നടക്കുന്ന ചർച്ചയാണ്. അപ്പോൾ അതിനെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ശ്രമിച്ചത്, ഒരു വിശ്വാസിയുടെ കണ്ണിലൂടെ നമ്മൾ ഇതിനെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ സാധാരണ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നായി റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തിയതാണ് അൻ തലിദൽ അമത്തു റബ്ബത്തഹ എന്ന് പറഞ്ഞാൽ റബ്ബത്തിനെ, ഉടമയെ അടിമ പ്രസവിക്കുക എന്ന് പറഞ്ഞു. ആ ഒരു ആശയത്തെ ഇതിലേക്ക് കൊണ്ടുവന്നതാണിത്. അതായത് കാലം നമ്മൾ ആധുനികത എന്ന് വിശേഷിപ്പിച്ച് തുടങ്ങുന്ന കാലം വരെ
ആവശ്യങ്ങളാണ് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആവശ്യങ്ങളായിരുന്നു കണ്ടുപിടുത്തങ്ങളുടെ മാതാവ്. അൻതെലിതെല്ലാമത്തെ റബ്ബത്തഹ എന്നുള്ളതിനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞതാണ്. ആവശ്യങ്ങളായിരുന്നു കണ്ടുപിടുത്തങ്ങളുടെ മാതാവ്. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് എന്ന് വെക്കുക. അപ്പോൾ ഇവർക്ക് ആവശ്യമാണെങ്കിൽ ഒരു മൈക്ക കൊണ്ടുവരും. ഏതാ നേരെ തിരിച്ചു. ആധുനികതയുടെ കാലത്ത് അങ്ങനെയല്ല. കണ്ടുപിടുത്തങ്ങളാണ് ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു സാധനം കണ്ടുപിടിക്കപ്പെട്ടു, നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞതാണ്, നമുക്ക് ആവശ്യം ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ സാധനം വാങ്ങി, എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്നൊരു മൈൻഡിലാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഈ ഒരു ഉമൂർ നമ്മൾ പറയാലോ, കാര്യങ്ങൾ നേരെ ഉൾട്ടിയാകുക എന്ന് പറയാലോ, ആ ആശയമാണ് ആധുനികതയുടെ ആത്മാവ് എന്ന് പറയുന്നത്. നേരത്തെ ഉസ്താദ് അത് താത്വികമായി പറഞ്ഞു. ഈ ഒരു ആശയത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഇതിലെ പ്രമേയങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 12 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ ഈ പറഞ്ഞ ആളുകൾ ആ ബിസിനസ്സുകാരനും ഈ ഉസ്താദും തമ്മിലുള്ള സംസാരമാണ്. ആ സംസാരത്തിൽ ഈ ഉസ്താദിനെ ഒന്ന് ഏറ്റവും ആധുനികമായി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ആവശ്യങ്ങളുടെ നിർമ്മാണത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സ്ഥാപനവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാം സ്ഥാപനവൽക്കരിക്കുക. അതായത് തമ്മിൽ അവനവൻ എന്ന സ്വാർത്ഥ ചിന്തയിലാണ് ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ അവനവൻ എന്ന സ്വാർത്ഥ ചിന്തയിൽ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ എപ്പോഴും അവനവൻ്റെ കാര്യം. അപ്പോൾ കുടുംബജീവിതത്തിൽ ഭാര്യൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കുന്നു, ഭർത്താവിൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ സ്ഥാപനവൽകൃത സമൂഹത്തിലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള ഒരു സ്ഥാപനവൽകൃത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനവൽകൃത സമൂഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇയാൾ ഓൾഡ് ഏജ് ഹോമുകളിൽ നിന്നാണ് ഈ ചർച്ച തുടങ്ങുന്നത്. ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് പറഞ്ഞാൽ വയസ്സന്മാരെ പാർപ്പിക്കാനുള്ള ഒരു നേരത്തെ തന്നെ പൈസ കൊടുത്തിട്ട് ഞാൻ വയസ്സാകുമ്പോൾ ഇന്ന അവിടെ പാർപ്പിക്കുക, അതാണ് ഓൾഡ് ഏജ് ഹോമുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ ഈ ഉസ്താദ് വിമർശിക്കുകയാണ്. വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഉസ്താദ് അതിനെ നമ്മുടെ സ്ഥാപനവൽക്കരണത്തെ ഇത്തരം ചെറിയ കുട്ടികളെ ഇപ്പോൾ മദർ കെയർ ഹോമുകൾ, അവിടുന്ന് സ്ഥാപനം തുടങ്ങുക. ജീവിതത്തിൽ നമ്മൾ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ കുട്ടികളെ മകളെ ഒരു ഗർഭിണിയായ മകളെ പരിപാലിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഉമ്മമാരുടെ സ്ഥാനം മദർ കെയർ ഹോമുകളിലേക്ക് മാറി. അവിടുന്ന് പിന്നെ കുട്ടികളെ കിൻഡർ ഗാർഡനിലേക്ക് മാറ്റുകയാണ്. അവിടുന്ന് വന്ന പിന്നെ അടുത്ത സ്റ്റേജ് കുട്ടികളുടെ കിൻഡർ ഗാർഡൻ, പിന്നെ നഴ്സറി ആയി, പിന്നെ സ്കൂളായി, പിന്നെ കോളേജായി, പിന്നെ ഇങ്ങനെ എല്ലാത്തിനും സ്ഥാപനവൽകൃതമായ സമൂഹമാണ്. അതിനെ നമ്മൾ സ്വാർത്ഥ ചിന്തയുടെ ഫലമായി നമ്മൾ സമൂഹത്തിൽ ഇപ്പം നമ്മൾ നേരിടുന്ന ഒരു സാധാരണ കുടുംബങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തെയാണ് ആദ്യത്തെ അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിന്നൊരു സ്പാർക്ക് ഇയാൾക്ക് കിട്ടുന്നു. തൊട്ടടുത്ത അധ്യായത്തിൽ അദ്ദേഹം നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഈ ആധുനികത എന്താണെന്ന് പുതിയ ടൂൾസൊക്കെ വെച്ചിട്ട് അദ്ദേഹം സെർച്ച് ചെയ്ത് പിറ്റേന്നൊക്കെ തയ്യാറായി വരുന്നു. അപ്പോൾ ആ സെർച്ചിങ് ആണ് പിന്നെ രണ്ടാമത്തെ അധ്യായത്തിലുള്ളത്. രണ്ടാമത്തെ അധ്യായം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ അധ്യായം ബേസ് ചെയ്ത് സംസാരിച്ച് ചിലപ്പോൾ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്. അതേപോലെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ട്രഡീഷണാലിറ്റിയും മോഡേണിറ്റിയും തമ്മിലുള്ള സംഘർഷം എന്താണ് ട്രഡീഷണാലിറ്റി, എന്താണ് മോഡേണിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമികമായ കുറേ നമ്മൾ മന്ദിയൊക്കെ ഓതിയ കുറേ സംഗതികൾ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പ്രശ്നമായി മാറുന്നത്? പ്രത്യേകിച്ച് ആധുനികത എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ആധുനികതയെ മനസ്സിലാക്കാറുള്ളത് ഇരുതല മൂർച്ചയുള്ളൊരു സാധനം നിലനിൽക്കാണ്. അതായത് കത്തി പോലെ എന്ന് പറഞ്ഞാൽ നല്ലതിന് ഉപയോഗിക്കാം, മോശത്തിന് ഉപയോഗിക്കാം എന്നതല്ല ഈ പുസ്തകം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല. ആധുനികതയുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും റിസൾട്ട് പരാജയമായിരിക്കും എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രഡീഷണലാലിറ്റിയുള്ള ഒരു പശ്ചാത്തലത്തിലുള്ളവരാണ്. ഇസ്ലാമിക സമസ്ത എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണലായ സൂഫി പാരമ്പര്യമുള്ള സംഘടനയാണല്ലോ. അപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട കുറേ വിമർശനങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു, എഴുത്ത് പഠിക്കുന്നതിനെതിരായിരുന്നു, സമസ്ത അങ്ങനെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള തത്വം, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യുക്തി എന്താണ് എന്ന് കൃത്യമായി ഈ പുസ്തകത്തിലെ തുടർ അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നു. പിന്നെ ആഗോള സമൂഹം കൊണ്ട് ഉണ്ടായ പ്രതിസന്ധി എന്താണ്, പിന്നെ അതിനുശേഷം പിന്നെ സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താ, ഇങ്ങനെ പൊതുവായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണ്, പിന്നെ അതിന് ശേഷം പിന്നെ അതിനിടയ്ക്ക് പുസ്തകം കഥ വായിക്കുന്ന പോലെ തന്നെയാണ് വായിക്കാൻ പറ്റുക. പക്ഷേ ഈ കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ മൊത്തം ആഗോള സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, പ്രാദേശികമായി നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, പിന്നെ ഇസ്ലാമോഫോബിയ
അത് എവിടുന്ന് വന്നതാണ്, എങ്ങനെ വികസിച്ചു വന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ ഇതൊക്കെ കുറേ പ്രശ്നങ്ങൾ വെച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകല്ല. അവസാനം ഇതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ വ്യക്തിഗത തലങ്ങളിൽ നിന്ന് കുടുംബം, സമൂഹം എന്ന നിലയിലേക്ക് നമ്മൾ വികസിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം എന്നതിലേക്ക് എത്തി അവസാനം ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ പുസ്തകം അവസാനിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് വിഷയങ്ങളെ വിഭജിച്ചിട്ടുള്ളതും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവരം തേടി വരുന്നവരെന്ന് പറഞ്ഞല്ലോ നേരത്തെ, അതേപോലെ ആ ഒരു ശൈലി തന്നെയാണ് നമ്മുടെ സമസ്തൻ്റെ പുസ്തകം. ഇത് പലരുടെ കയ്യിലും ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ഇത് വിദ്യാഭ്യാസ ബോർഡ് ഇറക്കിയതാണ്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകം എല്ലാ സ്റ്റാളിലും പോയാൽ കിട്ടൂല, അവിടെ പോയി തന്നെ വാങ്ങണം. ആവശ്യക്കാർ വന്ന് വാങ്ങിക്കോട്ടെ എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുന്ന സാധനങ്ങളല്ല നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ രീതി. അപ്പോൾ ആവശ്യക്കാർ വന്ന് വാങ്ങിക്കോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യക്കാർ പലരും വാങ്ങിയിട്ടുണ്ട്. വായിച്ച കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ വായിച്ചവ ഒരു പ്രാവശ്യം വായിച്ചവർ മിക്കവാറൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം ഇതിലിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഫോൺ നമ്പറാണ് ഇതിൽ കൊടുത്തത്. അത് അങ്ങനെയും കൂടി എൻ്റെ നമ്പർ കൊടുത്തപ്പോൾ അറിയാതെ അത് ഉമ്മാൻ്റെതായിട്ടുണ്ട്. അപ്പോൾ പുസ്തകം വായിച്ച അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പുസ്തകം പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷമാണ് എൻ്റെ ഉമ്മാൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ കൊടുത്തത് എന്ന് എനിക്ക് ഓർമ്മ. അതിപ്പോൾ ഉമ്മാൻ്റെ നമ്പറാണ് അറിയാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ഫോണിലേക്കാണ് പലരും വിളിക്കുന്നത്. വായിച്ച് കഴിഞ്ഞിട്ട് പലരും ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിക്കും. അപ്പോൾ ഉമ്മൻ്റെ നമ്പർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പലരും വിളിക്കും. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ വിളിച്ചത് ഞാൻ ഉസ്താദുമായിട്ട് പങ്കുവച്ചിരുന്നു. അത് ഒരാൾ ഈ കുറച്ച് നിരന്തര പുസ്തകം വായിക്കുന്ന നല്ല പുസ്തക വായനക്കാരൻ, ഒരു കോയിച്ചന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫൈസൽ എന്ന് പറയുന്നൊരു ഒരാളാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ചിട്ട് അദ്ദേഹം കുറേ സംസാരിച്ചു. ഒന്നാമത് അയാൾക്ക് ഇഷ്ടപ്പെട്ടത്, ഞാനത് നിങ്ങളോട് നിലക്ക് പറയാലോ, ഇഷ്ടപ്പെട്ടത് പുസ്തകത്തിൻ്റെ ശൈലി ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ് ഈ ശാസ്ത്രം സാങ്കേതിക വിദ്യയൊക്കെ തമ്മിലുള്ള ഈ ഒരു സംഭവം മൗലികമായി അദ്ദേഹത്തിന് വായിച്ചെടുക്കാൻ പറ്റി എന്ന് പറഞ്ഞു. പിന്നെ ട്രഡീഷണൽ സുന്നി ഇസ്ലാമിൻ്റെ മൗലിക, അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞത്, അത് സന്തോഷം നൽകി. ട്രഡീഷണൽ സുന്നി ഇസ്ലാമിൻ്റെ മൗലികത എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു സംഭവം, ഞാൻ തബ്ലീഗ് ജമാഅത്തിൻ്റെ പുസ്തക നിർമ്മാണ സമിതി അംഗമാണ്, എനിക്ക് നിങ്ങളെ കാണണം, വൈകാതെ തന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ വന്ന് കാണും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു 10-15 മിനിറ്റ് സംസാരിച്ച് അദ്ദേഹം ഫോണ് കട്ട് ചെയ്യുന്നൊരു അനുഭവം. അത് ഞാൻ പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് നമ്മളെ സുന്നി വിശ്വാസധാരയിൽ നമുക്ക് ഒരു മൗലികമായ ചിന്ത ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പുസ്തകം എഴുതുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് വായിച്ചവരും മറ്റൊക്കെ നമുക്ക് വിഷയ അധിഷ്ഠിതമായി കുറച്ചു നേരം സംസാരിച്ച് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.